നമ്മളിപ്പം ട്രിവാൻഡ്രത്ത് നിൽക്കുവാണ്. ഇപ്പം നാല് മാസം കൂടെ ഉള്ളു. 4 മാസം കൂടെ ഉള്ളു. അതുകൊണ്ട് എല്ലാവരും അടുത്ത് കാണാൻ പോകും. മൂന്നാളുമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഓറഞ്ച് സൈറൻ ശബ്ദം കേൾക്കുന്നവർ ദുരന്ത സാധ്യത മേഖലയിലാണ് താമസിക്കുന്നതെങ്കിൽ തയ്യാറെടുപ്പുകളുടെ വിവരം വീട്ടിലേക്ക് പങ്കുവെക്കുകയും വേണം. പൊതുജന താൽപര്യാർത്ഥം സംസ്ഥാന ദുരന്ത എന്താ പറയണ്ടേ? അവന് ഒരു ഐഡിയ പോകുമ്പോഴും നിങ്ങളുടെ ബ്രാൻഡിനെ ലോകം അറിയുന്നു. ഇവിടെ പയ്യൻ തേച്ച ഇതാണ് നമ്മളെ ട്രിപ്പിന്റെ പ്ലാന്. കച്ചേരുണ്ട് തടയുന്ന പോലെ എടുത്തില്ലേ? വന്നില്ലേ? വണ്ടിപ്പോ കഴിയൂല. 10 അത്രയ്ക്ക് തേക്കില്ല. അപ്പൊ നമ്മള് ഇത്തിരി കാണിച്ചു തരാം. അവിടെ പോയോണ്ട് എന്ത് ചെയ്യാൻ അപ്പൊണ്ട് അവിടെ പോയി അവൻ പോയി. അങ്ങനെ നമ്മളെ 3-ാം ബസ് വന്നു. ഇപ്പൊ നമ്മളെ ഫുണ്ട് കാണിച്ചത് ഇതാണ്. തിരുപ്പുണ്ട ഇവിടെ എല്ലാം പ്ലാൻ ചെയ്ത് നമ്മുടെ 3-ാം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അവനാണെങ്കിൽ പിന്നെ പ്ലാന് എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാം 14 കാണാം. ചോരാജുണ്ട് കണ്ടല്ല. പിന്നെ ആളെ ചായത്തുണ്ട്. ഇച്ചിരി ഉണ്ട്. ടീച്ചാനെ വിളിച്ചത് അപ്പൊ നമുക്ക് ബെറ്റിക്കാൻ പോവാൻ ഈ ബെത്താം 10 10 വണ്ടി എടുക്കും. 10 വണ്ടി എടുക്കും. ഞങ്ങളുടെ 3-ാം യാത്ര തുടങ്ങി. പിന്നെന്താ കൂടുതൽ ഇതിനെ പറ്റി പറയണത്? ബാക്കി നാളെ. നമ്മളിപ്പം 3-4 നമ്മളെ അപ്പം 3-4 ഇട്ട വാക്കുന്നു. ഇത് തണുത്ത വാക്കുന്നതാണ്. ഞാൻ ആദ്യം ഒരു ട്രിപ്പിന് പ്ലാൻ ചെയ്യാണ്ട് വരുന്നത്. എനിക്കിങ്ങനെ ട്രിപ്പിന്റെ പലതോ സെറ്റപ്പ് ചെയ്യുമല്ലേ. അപ്പൊ നമ്മളെ 3-ാമത് എത്തി. മൂന്നാറെത്തി. ഇപ്പം ഫ്രഷപ്പ് ആവാൻ വേണ്ടി പോകും. എല്ലാം പ്രത്യേകിച്ച് പറയാൻ നമ്മൾ അനുഭവിക്കാൻ ഫോട്ടോ അടിപൊളി വീതി കാണിച്ചു. കൊള്ളാം. നല്ല വ്യൂ ഉണ്ട്.
അപ്പൊ നമ്മള് എവിടെയാ മുന്നോട്ട് ചെക്ക് ഇൻ ചെയ്ത് ഇപ്പോഴായിട്ട് നമ്മളെ പുറത്തു പോകും. നീ ഡബ് ചെയ്യാ നല്ലത്, ഇങ്ങനെ ഡബ് ചെയ്ത് തരാം. ചൂടായി തുടങ്ങി, എനിക്കും ചൂടായി തുടങ്ങി. അതെനിക്ക് ചൂടെടുക്കും. അവിടെ പച്ച നോക്ക്. താഴേക്കാണെങ്കിൽ മീൻ റാവൺ മോഡലാ. പിന്നെ പാത അവിടെ ഉണ്ട്. എല്ലാം പോകുന്നുണ്ട്. പ്ലാന് എല്ലാം അറിയാം. ജനുവരി 19 അങ്ങനെ നീ ഒരു കോർപ്പറേറ്റ് സ്ലേവായി. ഞാനായിട്ടില്ല, എനക്കൊരു സമയമുണ്ട്. നോറല്ല ഏതാ ഒന്നും കിട്ടിയില്ലടാ. ആ ഇരുന്നില്ലേ എപ്പോഴും ഇരിക്കാൻ തുടങ്ങി. അല്ല മറ്റേ സാധനം നീ ഇതില്ലേ അല്ല ഉറക്കം 100 എടുത്തോണ്ട് നമ്മൾ 4 ആളല്ലേ പല്ലത്തിന്. അല്ലല്ലേ അല്ല അങ്ങനെ നമ്മളെ ഡിപ്പോ എടുത്ത് 3 ആളുടെ ഡിപ്പോ ഉണ്ട്. അവിടെ എത്തി. അവിടെ നമ്മ ഡബിൾ പോകാൻ കാത്തി. ഡബിൾ നമുക്കൊരാളെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. പിന്നെ അതല്ല ചെന്ന് എടുക്കട്ടോ. എന്താ ഇതാണ് നമ്മളെ ചൂടാക്കി. എടാ ഞാൻ പറഞ്ഞത് കേട്ടോ. യുവാക്കിട്ടുണ്ട്. എടുക്കുന്നതാണ്. ഡബിളൊക്കെ കാണാൻ പോവാൻ. ഡബിൾ ഡെക്കർ 3 മണിക്കൂർ റൈഡ് ആവാം. ഇവിടെ ഇരുന്നാ പോയി യു കിട്ടും. അതാണ് അതില് സംഭവം. നീ കാര്യം പറ. ചേട്ടാ അത് 10 ഓ
അല്ല ഉരുണ്ട് ഉറപ്പുണ്ടോ? നീ ഇവിടെ ബുക്ക് ചെയ്താ ശരിക്ക് ഫോട്ടോ നോക്കടാ. അത് കുഴപ്പമില്ല എന്തായാലും എനിക്ക് ഇഷ്ടമില്ല. അതല്ല പൈസ അവര് കൊടുക്കും. മേലോട്ട് കൂടെ പോകുന്ന കാഴ്ച കാണാം. പുറത്തേക്ക് വെക്കാൻ പറ്റാണ്ടായോ? ക്യാമറ ഷോപ്പുണ്ട്. ബാക്കിന്റെ കിക്ക് നമ്മൾ ഇങ്ങനെ മതിയോ? ഋഷിലെ ബാക്കിന്റെ കിക്ക് തമ്പി മാത്രം മതിയോ? എടാ വേനിക്ക് കൊറേ ഫോട്ടോ എടുക്കുന്ന എങ്ങനെ എല്ലാരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് എവിടേക്കല്ലേ മൂന്നാൾ പാലഞ്ചോളുണ്ട്. നടക്കോട്ടെ നടുവിലേക്കോ? உங்கள் மனதில் ஒரே சின்னம் வெற்றியின் சின்னமாக சின்னம் கை சின்னம் தாழ்ந்திருக்கும் தாய்வர் சகோதரர் உங்கள் வீட்டு பிள்ளை ருபிக் அவர்களுக்கு கை சின்னத்தில் തേയിലത്തോട്ടോ കണ്ട കാണാൻ നല്ല സുഖം ഉണ്ടായിരിക്കും. അവന്റെ ഫോട്ടോ എടുക്കാം. അതിന്റെ ഫോട്ടോ എടുക്കപ്പോ ഈ ചിരിക്കാനുണ്ട്. അതുകൊണ്ട് ഇവർ ആ ലൈറ്റിന്റെ ഇടക്ക് ക്ലിയർ അടിക്കുന്നു. അവൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോൾ ഇടേണ്ടി വരും. അടിച്ചിട്ട് മൊട്ട നടക്കണം മുടി.
ഇടയ്ക്കിടയ്ക്ക് വേണ്ടി ഹായ് ഹായ് എനിക്ക് ഇനി പൂജ ചോദ കണ്ടുപിടിച്ച് കടക്കാനായിട്ട് നിൽക്കോ ഗൂഗിൾ പേ അതെ നമ്മുടെ ചില പൂജ ചോദ കണ്ടുപിടിച്ച് അവിടെ പ്ലേസ്മെന്റ് ആവാൻ നിൽക്കോ ഇവിടെ പ്ലേസ്മെന്റ് ആയി ഇവിടെ പ്ലേസ്മെന്റ് ആയി മാറ്റം എത്ര ഉണ്ട് 20,000 കിട്ടും അതായിട്ടില്ല ഗൂഗിൾ പേയിൽ പൈസ പോകുന്നില്ല അത് പൈസ ആദ്യം പോകട്ടെ ഇച്ചിരി പൂജ ജോലി കണ്ടുപിടിച്ച് പൂജ ജോലി അതെ 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 ഞാൻ അയക്കാം കച്ചോടാ അവിടെ ഞാന് ഇപ്പൊ പറയാ അയക്കണോ വേണ്ട നമ്മളെ മലമുകളിൽ കഴിയുന്ന ദാഴ്ചയിൽ ചോളം കളിക്കുന്നുണ്ട് മലമുകളിൽ സിദ്ധാന്തം കളിക്കുന്നു ഇങ്ങനെയുണ്ട് കഴിക്കാൻ മലമുകളിൽ തന്നെ മേഘങ്ങൾ നടക്കും ലോക്ക്ഡൗണൊക്കെ അവിടെ ഇപ്പോണ്ട് ലോക്ക്ഡൗണ് നന്ന് വരും താഴെ കണ്ടു പോയേക്കാം ഈ കാലം കൊള്ള തണുപ്പൊക്കെ ഉണ്ട് നല്ല കൊലിയ തിരിച്ചു പോയാനോ തെളിയിപ്പ അല്ലെങ്കിൽ പണി കിട്ടും ആളെ താഴത്ത് വീണതില്ലേ ചോദിക്കണേ പറിച്ചെടുത്ത് കടിക്കണം കഴിഞ്ഞാലുള്ള മൂട് മനസ്സിലായി അശ്വിൻ ഞങ്ങള് ആനച്ചാല ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ ജീപ്പിലോ വണ്ടിയിലോ എല്ലാം മുകളിലോട്ട് സ്റ്റേൻ്റെ അങ്ങോട്ട് പോകും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററാണ് ആനച്ചാല. അത് അതേപോലെ തന്നെ കാണും. നമ്മള് കൊണ്ട് കഴിച്ച് ഇനിയിപ്പം റൂം ചെക്കിങ്ങിന് പോവാം. കൊണ്ട് ഇവിടുന്ന് ഒരു അലിബാബ ഹോട്ടലെല്ലാം കഴിച്ച ഇതൊക്കെ കഴിച്ച് എന്തായാലും ഇല്ല പള്ളി പോയിട്ട് വന്നു. ഇനി നേരെ റൂമിലോട്ട് പോകണം. ഈ ചോട്ടിലോട്ട് പോകണം. നമുക്ക് അവിടെ വെച്ച് കാണാം. ശരി.
നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആനച്ചാളെ നോട്ട് പിടിച്ചു. നമ്മളിപ്പോ ഹോമിലോട്ട് പോകാൻ ബാക്കി വെച്ച് കാണാം. നമ്മൾ ഓപ്പോസിറ്റ് കേട്ടുണ്ട് എല്ലാം അതിൽ കൂടെ കഴിക്കുക. വേണ്ടത് എങ്ങനെ പോണത് എല്ലാം പഠന തന്നെ കാണാം. അവിടെ എത്തിട്ടെടുക്കാം. എന്താ മിണ്ടത്ത്? ഞാൻ നിന്നെ നോക്കാൻ പറഞ്ഞു. ഞാൻ താഴെ എത്തിയ എത്തിയ ഇവിടുത്തെ കുറച്ച് താഴെ അവിടെ തന്നെ അവിടെ വെള്ളം വീടിന് വിട്ടിട്ട് പാർക്കിംഗ് ഒരു വെള്ളം വീട്ടിൽ വിട്ടൊരു ബ്ലാൻസ് കിടപ്പുണ്ട്. ആ വണ്ടി ഏതാ? എന്നാ അവിടെ കയറ്റി അവിടെ എവിടെയെങ്കിലും കയറ്റി അത് തന്നെ പാർക്കിംഗ്. ജീപ്പിന്നാ വാങ്ങി. ജീപ്പിന്റെ ജീപ്പ് പോലെ തോന്നുന്നു. പിടിയില്ല. ജീപ്പ് അടിച്ചു. ആ ബാക്കി നമ്മൾ ചൂടാ ചോദിപ്പാട് എന്ന് കണ്ടാലും ജീപ്പ് പേടിച്ചു. ആ പേടിച്ചു. ബാക്കിന്ന് പയ്യെ പേടിച്ചോ എന്തോ. നമ്മളീ ട്രക്കിന് പോകാണ്. ഇതാ മുമ്പേ പോകുന്ന അജ്ഞാനാണ്. കണ്ടോ? എല്ലാവർക്കും വെൽക്കം. അപ്പൊ ശരി. അങ്ങനെ ട്രക്കിങ് കഴിഞ്ഞു. നമ്മളിപ്പം വീട്ടോട്ടിലോട്ട് പോവുകയാണ്. വീട്ടോട്ട് നമ്മൾ വീട്ടോട്ട് എത്തിയിട്ടുണ്ട്.
അതെ നമ്മൾ കുറെ നടന്ന് താവും ഞാൻ എന്തേ പറയുന്നു വൈബ് ഓഫ് റോഡ് നമ്മൾ അതെ ഇവിടെ അല്ലേ പിന്നെ ഇവിടെ അപ്പ ഇവിടെ അയ്യോ നമ്മളൊന്ന് തീര മേലോട്ട് പോകണം അടിച്ച് വഴി വേലൊക്കെ ഉണക്കാണ് നമ്മളാ മല മുകളില്ല ആ എന്നാ എനിക്ക് വേണ്ട താഴെ കിടപ്പുണ്ട് പൂച്ച പോൺ നമ്മളിപ്പോ ചിമ്പിമ്പോൾ കാണാം ചാതാൻ കൊള്ളാം രാത്രി വൈബായിരിക്കും ഉറപ്പുണ്ട് രാത്രി നന്നായി വൈബായിരിക്കും മലങ്ങളില്ല കാണുന്നുണ്ട അല്ല പിന്നെ നമുക്ക് രാത്രി ഇറങ്ങിട്ടുണ്ടാലും ഏലക്ക ഉണ്ട് ഏലക്ക അത് ഏലക്ക ഉണ്ട് അതാണ് ഞാൻ ചോദിച്ചത് 700 രൂപ കൊടുത്ത് അത് മറ്റേ ഇതിന്റെ എന്തിന്റെ ഗ്രില്ല് മറ്റേത് 9 തന്നെ അല്ല ഗ്രില്ലിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് ചെക്കൗട്ട് ചെയ്യുമ്പോൾ കൊടുത്താൽ മതി അങ്ങനെ തിന്നുമ്പോൾ കാണിച്ചത് എന്തിട്ടാരോ എന്തിരട്ടെ അതിപ്പോ അവിടെ നിന്നാണ് കൊള്ളാം കുഴപ്പമില്ല വേണ്ടത് പറയാക്കില്ല ഇന്ന് രാത്രി ഇറങ്ങും അത്ര തന്നെ എന്താ പിന്നെ ഇവരെന്താ പറഞ്ഞേ കഥയാണ് നിനക്കറിയാ സാധനം ഇല്ലല്ല എനക്കറിയില്ല അതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം പോലെ ആയാലും അശ്വയില്ലാതെ അശ്വിന് കൊടുക്ക് അവിടെ കൊണ്ടേക്കാനല്ലേ പറഞ്ഞേ എവിടെ കൊണ്ടേക്കാ നമ്മളെ പെണ്ണാളാന്ന് വെച്ചില്ല നിനക്ക് ഒരാഴ്ച ഇങ്ങനെ തന്നില്ലേ
പാർട്ടി ഒക്കെ ഉണ്ടാവുന്ന ഗെയർ സ്റ്റേക്കിനൊക്കെ ഉണ്ടല്ലോ മൊബൈൽ ക്യാമറ അതുകൊണ്ട് ഗെയർ സ്റ്റേക്കിന് മൊബൈൽ ക്യാമറ ഞാൻ പെട്ടെന്ന് ഇന്നലെ വന്ന് ചായ കുടിക്കാൻ പോകും. സോറി ബ്രോ. പ്രായമൊക്കെ ഒന്നിന്റെ ഞങ്ങൾ ആ ചായ നിനക്ക് ആവശ്യമുള്ളപ്പെടുക്കാൻ പറ്റില്ല. ഇതില് കുറച്ചും കൂടി ഉണ്ട്. ആർക്കാണ് തികയാത്തെന്നുണ്ടെങ്കിൽ പിന്നെയും കുടിക്കാം. ഇത് തണുത്തു ട്രൗസർ വരിക പോഴേ പറയാൻ എത്ര വയസ്സിലുള്ളത്? അത് നീന്തലല്ലേ, വേറെന്തോ. എടാ മറ്റേ മലന്ന് പോ. ബാക്ക് സ്ട്രോക്ക്. എടാ ബട്ടർഫ്ലൈ പടി. ഉറപ്പില്ല കേട്ടോ. നീ കഴുത്ത് മാത്രം മുക്ക്. എന്തായാലും ഇനി ഇറങ്ങില്ല. എനിക്ക് തണുപ്പ് മടിയാ, അതുകൊണ്ടാ. തണുപ്പല്ലേ കൂടാക്കി. ഞാൻ ഇറങ്ങി, നീ ഇറങ്ങോ? ഞാൻ ആരിറങ്ങിയാലും ഇറങ്ങാൻ ഉണങ്ങി പോണം വീട്ടിൽ. എനിക്ക് നനയാൻ വയ്യടാ, അതാണ്. ദാറ്റ് ഇസ് ദി പോയിന്റ്. നീ എന്ത് വെഗ്ലിത്തരോ കാണിക്കാൻ പോകും? നീ എന്ത് വെഗ്ലിത്തരമാണ് കാണിക്കാൻ പോകുന്നത്? എല്ലാവരും കുളിച്ചയക്കും. എല്ലാവരും വീട് കാണും. ഉണ്ടായിട്ട് ചെയ്യേണ്ടി എല്ലായിടത്തും റൈറ്റ്.
അത് നമ്മളിപ്പോൾ ട്രക്കിന് പോയാണ്. ഈ വഴി കൂടെ നടന്നു പോകും. കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ടാണ് എല്ലാം കൂടെ പോകുന്നത്. അമ്മയുടെ പോയോ ഞാൻ മൊത്തം ബാക്കിലായിപ്പോയി. അമ്മനെ കുറച്ച് മുമ്പോട്ട് പോയേക്കോ. അപ്പം നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം. ഫുള്ള് ഓണാണ്. അല്ല ഈ ഓഫ് ആക്കൂലേ? ആണ്ടേ അത്ര കുറേ ആവും GB. ഒമാക്കാൻ സമയം എടുക്കുന്ന സാധനം അത് മഞ്ഞളാന്ന് വിചാരിക്കും. ഇത് വളരെ സമയം എടുക്കും. അറിയില്ല. വീഡിയോ ആണോ? അപ്പൊ ഞങ്ങളുടെ അതിമനോഹരമായ ട്രിപ്പിന്റെ ലാസ്റ്റ് ഫേസിലേക്ക് കടന്നിരിക്കുന്നു. ട്രക്കിംഗ് എന്താണ് പറയും? നമ്മൾ അതെ ഡോറസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് ഫേസിലെത്തിയിരിക്കുകയാണ്. അതെ, ഈ ട്രിപ്പിനെ കുറിച്ച് താങ്കളുടെ അനുഭവം പറയൂ. വളരെ മികച്ച രീതിയിൽ ഓർഗനൈസ് ചെയ്ത ഒരു ട്രിപ്പ് റഷ്യയിൽ ഒരു സംഭവമാണ്. അല്ല അതാണ് ഓക്കെ. അല്ല
കുഴപ്പമില്ലായിരുന്നു. തുടക്കം കുറച്ച് സ്ലോ, പക്ഷെ ഇന്നലെയൊക്കെ നൈസായിരുന്നു. അതെ, ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ എന്തോ കാട്ടിന്റെ ഇടയിൽ കൂടെ ഏതോ കാട്ടിൽ കൂടെ പോകുന്നു. ഇത് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഞാൻ തിരിച്ച് ഫർഹാന്റെ കയ്യിലേക്ക്. പൊട്ടിയാൽ അതിന്റെ പൈസ കൊടുക്കാനാവില്ല. വേണ്ട, അതെ ഫർഹാൻ ഞാൻ കാണിച്ചു കൊടുക്കും. ഏലക്ക ഉണ്ട്, ഏലക്ക ശൈലത്തിന്റെ മുട്ടിൽ പാമ്പുണ്ടാവുന്നു. വേണ്ട, ഏലക്ക തൊട്ട് മൊത്തം തോട്ടങ്ങളുണ്ട്. താഴെ പുള്ളു കാണാമോ? ഫുള്ള് ഏലക്ക തോട്ടം. അടുത്ത പോകോ അവിടെ കിടപ്പം. ആ റൂട്ടിൽ പിന്നെ മെയിൻ കൃഷി നടന്നുകൊണ്ടിരിക്കും. എന്താ എന്തിനാണ് ഇതൊക്കെ തെങ്ങ് തൂറ്റിക. താഴെ ഒരു വെള്ള തറന്ന പാഴ കാണോ കാണാം, നോക്കാം. നടുറോഡിൽ വെച്ച് അതും പട്ടാവാകൻ, അതും സൂരജിന്റെ കണ്ണൊക്കെ വെച്ച് തീരെ കൺട്രോൾ ചെയ്യാത്ത ഓനെ കാണിച്ചിട്ട് ഓനെ പിടിച്ച ഞാനല്ല. ഇവിടൊക്കെ എന്ത് ചെലങ്ങ വരുന്നു. നമ്മ നടന്നു വെക്കുവോ? ഇത് തോന്നുമ്പോലെ ടീഷർട്ട് 50 റുപ്യന്റെ പാൻറ് 1000 റുപ്യന്റെ ഷൂ. നോക്കി 1000 റുപ്യന്റെ ഷർട്ട്, 50 റുപ്യന്റെ ടീഷർട്ട്, 1000 റുപ്യന്റെ ഷൂ. നോക്കി മേലെ ഹാൻഡ് ക്യാമ്പ് വരും കേട്ടോ. അല്ല മറ്റേ അച്ഛൻ നീലപ്പൂലാണ് 100 റുപ്യന്റെ ഷർട്ട്, 1000 റുപ്യന്റെ ഷൂ, 50 റുപ്യന്റെ ടീഷർട്ട്, പാൻറ്. നോക്കി ഫെഡറൽ കോമ്പറ്റീഷൻ നമുക്ക് പിന്നെ ട്രക്കിങ്ങിന് കാണാൻ പറ്റില്ല. ബീച്ച് കയറി ഉണ്ടെങ്കിൽ ഉപ്പിടാനുള്ള ഉപ്പില്ല. എടുത്ത് കളഞ്ഞാൽ മതി. എന്ത് ചെയ്യും? എടുത്ത് കളഞ്ഞാൽ മതി. അത് താഴെ വീഴുമ്പോ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ബ്ലോഗേഴ്സ് പറയാനല്ലേ സൂരജ് സ്ലോ ആക്കാൻ പറയും. എന്താ അങ്ങനെ കഴിച്ചോ? വെള്ളച്ചാട്ടം ഇതാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം ഇതാളാ. തണുപ്പൊക്കെ ഉണ്ട്.
നല്ല രീതിയിലായിരിക്കും ഇറങ്ങാൻ പാടേണ്ടത് കരാട്ടല്ലേ പണ്ട് ഓടിയോ മൂന്നാറില് ഒരു കാടിന്റെ സൂര്യനോട് ചെയ്യാൻ പാടില്ല നമ്മളെ കൂടെ ഒന്നും സ്ഥലത്തിനൊന്നും കണ്ട വെള്ളം താഴ്ന്നു നോക്കൂ നോക്കൂ ഒട്ടും ക്ഷീണിച്ചിട്ടില്ല ചെമ്പരത്തി ജനസാന്ദ്രത കൂടിയ സ്ഥലത്താണ് മൈമ മതിയാവുന്നുണ്ടെന്ന് തോന്നുന്നു ഒറ്റ അങ്ങോട്ട് പോകണം ഒരുത്തന്മാർ ഇങ്ങോട്ട് പോകണം ഇല്ലില്ല ഓരോ നമ്മളെ പറഞ്ഞ സ്ട്രൈറ്റ് റോഡ് അപ്പൊ അതായിരിക്കും ആ ശരിയാ ആ വെള്ളത്തടത്ത് താല് ഇല്ലില്ല ആ റൂട്ട് പോ രണ്ടാൾക്ക് അങ്ങോട്ട് പോവാ അശ്വമേത്രിയിലൂടോ അങ്ങോട്ടേക്കാ അങ്ങോട്ട് പോകണം അങ്ങോട്ട് എന്തായാലും പോകാൻ പറ്റില്ല ഇറക്കല്ലേ ഇതായിരിക്കും ആ അത് തന്നെ തെന്ന് വാങ്ങും കാണാവുന്നില്ല ഇവിടെ കാണാവുന്നില്ല ഇത് മുമ്പോട്ട് പോകുമ്പോൾ നടക്ക് ആന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെയാ ഇതുമായിട്ട് ആന ഉണ്ടെങ്കിൽ ഓടിക്കോ എങ്ങോട്ടെന്ന് വെച്ചാ
കാട്ടിക്കൂടെ പോണം, കാട്ടിക്കൂടെ പോണം. ഉണ്ട് താഴോട്ട്. പോച്ച് ഇന്നുണ്ട്, പോച്ച് ഇങ്ങനെ പോടോ മുന്നേ പോടോ. ശിവത്ര വരുന്നുണ്ട്. ഞാൻ വീഴണതല്ല, തെന്നല് തെന്നലേ. അഫ്നാനെ സ്ലോ അല്ലേ? പ്ലാൻ ചെയ്തിട്ട് പോടാ. ഇതില് വളർത്തിലുണ്ടെങ്കിൽ പണിട്ടു. ഒരു കാര്യം പ്ലാൻ ചെയ്യണം മര്യാദക്ക്. എന്നിട്ട് അടുത്ത കാര്യം പ്ലാൻ ചെയ്യും. അതത്രേ ഉള്ളൂ. ട്രക്കിംഗ് മാസ്റ്റർ അഫ്നാൻ. മതിലും മതിലില്ല. നമ്മൾ വെള്ളച്ചാട്ടത്തിനോട് കൂടുതൽ അടുത്തെത്തി. അമ്മ തെന്നില്ല ഞാനുള്ളതുകൊണ്ട് എല്ലാം തന്നെ ചെയ്യാൻ. ജയിപ്പല്ല, നമുക്ക് പിന്നെ കാണാം. ബൈ. അമ്മ മുമ്പോട്ട് പോകാൻ അതുപോലൊക്കെ ഒരു കുരിയുണ്ട് കണ്ട. ഓക്കേ, എന്താ തിന്ന ഉച്ചക്കായ ഒരു സ്പീഡാക്കി 9 മണി. കല്ലുണ്ടോ? തിന്നെ ആരംഭങ്ങൾ ചൂടാ. പിന്നെ കത്തിക്കോ. നമുക്ക് ചെറിയ കാല് മൊത്തം ചെടിയാണ്. മൊത്തം താഴെയും കുണ്ടൊക്കെ ഉണ്ട്. തെങ്ങിയാ താഴെയടച്ച് കിടക്കവിടെ. അവന്മാരെന്തി ബാക്കിയുള്ളവർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആടാ ഇതിലൂടെ ആന ഇവിടെ മനുഷ്യന്മാർക്ക് എടുക്കാനില്ല. ആന നടക്കുന്നു. ഒരു വളർന്നു വരുന്ന യൂട്യൂബറിനെ പ്രോത്സാഹിപ്പിക്കും. ഒരു മിനിറ്റ് കൊയങ്ങിയോ?
ഞാൻ തൊട്ട് ഫോണിൽ വെള്ളം വരും അതുകൊണ്ടാ. ആ തളപ്പൊന്നും ഇല്ല അവളോ. തളപ്പുണ്ട്. വളക്കുന്നു നടക്കാറ് ബാക്കി തൈലത്തോട്ട് അമ്മ തൈലത്തോട്ട് കാട് കഴിഞ്ഞു. ഇനി തൈലത്തോട്ടത്തിലൂടെ പോകും. വാ അതാണല്ലേ ചെറിയ വെള്ളച്ചാട്ടം. ചെറുത് അപ്പുറത്തുള്ളത്. ഓ അവിടെയാണല്ലേ. വെള്ള ചവിട്ടി വെക്കുന്നുണ്ട്. വെള്ളച്ചാട്ടം ദൂരം കാണാം. തോട്ടത്തിൽ കൂടെ പോകും. തോട്ടത്തിൽ കൂടെ പോകും. അങ്ങനെ വെള്ളച്ചാട്ടം ചാച്ചക്കമ്പ് ഇതാന്ന് തോന്നുന്നു. ചാച്ചക്കമ്പ് ഉണ്ടോ? വെള്ളം പൈക്കുന്നു. അവിടെ വെള്ളം കിട്ടുമോ? എവിടെ പോയിട്ട് വരാം. എന്തായാലും എടുക്കും. അതാണോ എന്താ കണ്ടുപിടിച്ച്? എന്താ കണ്ടുപിടിച്ച? അത്ര അല്ല. വലിയ ഡിസ്റ്റൻസ്. 1.5 കിലോമീറ്റർ. രണ്ടൊന്നുമില്ല. പെട്ടെന്ന് നടന്നാൽ പെട്ടെന്ന് എത്തും.
കാട്ടുപോത്തുണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് വരും. ഓ മയില്. അവിടെ കുത്തല്ലേ പൊതയും കാര്യം. അതിനെ പാവാണ്ട് കൊടുക്കുക. അവിടെ പോയി കഴിച്ചാ ഫുള്ള് ചെറിയായി ചൂടാതി അവിടുത്തെ മൊത്തം വളർത്തിപ്പോയി. കഞ്ചാവ് എന്ത് പറയാൻ? അടിപൊളി സാധനം. ഓക്കെ വെള്ളക്കാട്ട് കാണിച്ചു. കൊള്ളാതെ കാണാം. ഇപ്പൊ ഒഴിഞ്ഞിട്ട് മണ്ടപ്പോപ്പാണ്ട് ആണോ? ഫോട്ടോ എടുക്കാമായിരുന്നു. അവിടെ ഫോട്ടോ പോകുമ്പോ അവിടെ കൊള്ളാം. നല്ല ഭംഗി നിന്നതാണ്. അങ്ങോട്ട് പോകണ്ട. പിന്നെ കാട്ട് പോട്ട് പോകണം. ഉമ്മ കുറെ നടന്ന് തിരിച്ചു പോകും. അങ്ങനെ ചോട്ടിലെത്തി. തന്നെ എത്തിയിട്ടുണ്ട്. ഉമ്മാർക്ക് മുമ്പേ പോയി. നിന്നെ അട്ടടിച്ച് അവിടെ നിന്ന് ഇത് കണ്ട കാല് പോയി ചൂടാക്കി ഇടുന്നു. ഇത്രയും പറഞ്ഞു മൂത്തോര് പറയും മുമ്പ് സാധനം ഇവിടെ എന്നെ കടിച്ചു മറ്റേ വെള്ളക്കെട്ടതാണോ ബാക്കിൽ കഴുകി വെറുതെ വെള്ളം വെച്ച് ഇത് കാര്യമുണ്ട്. ഇല്ല കടിക്കുന്നത് കടിച്ച വേനെടുക്കണത് നീ നോക്കിയേ കടിച്ച നമ്മൾ ഉള്ളത് വേനെടുക്കും. ശീലം
അങ്ങനെ നമ്മള് തിരിച്ചു പോകാൻ പോവാണ്. ഫുഡ് അവിടെ പിന്നെ പറയുന്നുണ്ടോ പറയുന്നുണ്ടോ നല്ല ട്രിപ്പായിരുന്നു. ചോട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തിന് ഞാൻ എന്താ ഇത്? അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. അല്ലെങ്കിൽ ഒരു മണിക്ക് ബസ്സുള്ളവരും അവര് ഇനിയും അവരെ കൊണ്ടാക്കിട്ട് വരട്ടെ. തിരിച്ചു വരുക. നമ്മൾ നിക്കാന്നാല് തിരിച്ചു വന്നിട്ട് പോണില്ലടാ. നിങ്ങളെ ഓരോപ്പം നമ്മളാക്കിട്ട് വന്നോളി. നമുക്ക് അതിന്റെ അടിയിൽ ഒരു ബസ് അറിയാം. ബസ് ബാഗില്ലടാ അവിടെ ഇറങ്ങി താഴ്ത്ത് നടത്തുന്നോ? ഒരു കാര്യം ചെയ്യും, ഇതിന്റെ ബാഗ് കൊണ്ടേക്കോ. ലഗേജ് ഉണ്ടോ? പറയാൻ ലഗേജ് ചെറിയ ബാഗ് ഉണ്ടെങ്കിൽ ഇട്ടാ. അല്ലല്ല ഫുള്ള് ഒന്നും ലഗേജ്. അങ്ങനെ ട്രിപ്പ് പോവാം. അവര് ബാഗൊക്കെ ട്രിപ്പ് പോവാൻ അടിച്ച് പോവാ അടിച്ച് പായ പോകുന്നുണ്ട്. ബൈ ഓൾ ദ ബസ്. ഇറങ്ങാം. വണ്ടി പിടിച്ചിട്ട് ഉരുണ്ടൂര്. എടാ ഇല്ലടാ, എടാ നീ പിടിച്ചു വെച്ചിട്ട് അത് മാത്രം. പ്രശ്നം വെച്ചാല് അപ്പൊ നീ പിടിച്ചിട്ട് അത് കുറച്ചുകൂടി ഉള്ളാണെങ്കിൽ നിന്നെയും കൊണ്ടുപോകും. അല്ല അയാളെന്തായാലും ബ്രേക്ക് പിടിക്കുന്നില്ല. ആക്സിഡന്റില്ല, ഇവിടെ സ്ലിപ്പ് ആവുന്നോണ്ടാണേ. മാല് താഴോട്ട് പോയേക്കോ. നമ്മളെ കണ്ടു വിചാരിച്ചു. അപ്പൊ നമ്മക്ക് ഇവിടുന്ന് കാണാൻ പോവാ. ഇവിടുന്ന് കാണാൻ പോവാ. വന്നോ ഒന്നും കാണാം. ചോദിച്ചൊക്കെ ഉണ്ടോ? ചോദിക്കാം. ഇവിടുന്ന് കാണാൻ നമുക്കൊരു 16 മണിക്കൂർ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തോ.
ഉണ്ട്. ഒരു 1.5 മണിക്കൂർ. ഇതിനകത്ത് മാറിയിടും. പൊടിക്കാനല്ല, ഒന്ന് ക്ലിയർ ആണ്. ഇതിനകത്ത് മാറിയിട്ട് ഈ വിഷം അടിച്ച് പറഞ്ഞിട്ട് കറക്റ്റ് കറക്റ്റ് എന്തായാലും പുറത്ത് കൊടുക്കുന്നില്ലേ? പുറത്ത് ബാക്കിയുണ്ട്. അതിനുണ്ട് പുറത്ത് കൊടുക്കുന്നില്ല. എല്ലാം ഓപ്ഷൻ എടുക്കാം. എക്സ്പോർട്ട് ഉണ്ട്. എക്സ്പോർട്ട് ഉണ്ടോ? പുറത്തെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ഉണ്ട്. ഇത് നമുക്ക് പച്ച കയറിട്ട് ചെടി ഉണ്ടാവുമല്ലോ, നമുക്ക് കളിയാണ് ശരി ശരി ശരി. ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് ശരിക്കും വെള്ളം ഒഴിച്ച് കൈ എടുത്തിട്ട് ഒരു കാരം എന്ന് പറഞ്ഞ ഒരു വല്ല പൊടിയുണ്ട്, അതുപോലെ ഇത്രയും പൊടി ഇട്ടിട്ട് കൈ നല്ലത് വണ്ടി കൊണ്ടുവന്ന് പോവാൻ പോവാ. ഇതൊക്കെ ഏലക്ക ചെടികളോ, അവിടുന്ന് ഓരോ ചെടികളൊന്നും ഇനി ഉണ്ടാവും. തെഞ്ഞെടുത്ത് വീരാൻ നമ്മൾ മണ്ടികളാ വന്നില്ല. ഈ മഴ ചുമ്മാന്ന് വയ്ക്കുക. നിങ്ങൾ കയറി പോയി പറഞ്ഞപ്പോ ആ പറയാൻ ഞാൻ പറയുന്നില്ല ക്യാമറയില്, അങ്ങനെ കുറച്ച് തെറിയൊക്കെ പറഞ്ഞ് ഇറങ്ങി വരാൻ. 1 മണിക്ക് ബസ്സുള്ളതാണ്, ബസ് മിസ്സാവുന്നൊക്കെ. ഇതൊക്കെയാണ് ഏലക്ക ചെടി കണ്ട, ഓരോ ചെടി കണ്ട് ഏലക്കൊണ്ടാവും കാലം. അതുപോലെ തന്നെ നടക്കുക, ഇവിടെക്കുക നടക്കുക. അത്ര ഏലക്ക ചെടിയുണ്ട്, അത്ര ഏലക്ക ചെടിയുണ്ട്. അതിന് ഓരോരോ ഏലക്ക എടുത്ത് ആ മെച്ചിട്ട് പൊടിക്കുക. എന്നിട്ട് ഓരോ രാജ്യങ്ങൾ പൊടിച്ച് ഉണ്ട്, ഓരോരോ രാജ്യങ്ങൾ പൊടിച്ച് മറ്റേ ഇവിടെയുള്ളവർക്ക് കൊടുക്കില്ല. അത് പറഞ്ഞത് ഇവിടെ കൊടുക്കില്ല. പക്ഷെ ഇവിടെ ഒന്നും ചെയ്യാതെ പുറത്തോട്ട് ടീമാൻ്റെ കേട്ടോ. കണ്ട് ജീപ്പ് വന്നോണ്ടിരിക്കുവാണ്. നമ്മൾ ജീപ്പൊക്കെ പോകുന്നുണ്ട്, വേണ്ടുന്നുണ്ട് വേണ്ടുന്നുണ്ട്. വേണ്ടുന്നുണ്ട് ജീപ്പ് വേണം, ജീപ്പ് വേണം. വണ്ടി വരുന്നുണ്ട്, പോവാ പോവാ അയക്കാൻ പോവാ. എന്റെ ഹാർട്ട് റേറ്റ് നല്ലോണം കൂടും. ഇത് വേഗം അപ്പൊ ഒരു 2 ഗിയർ ഉണ്ട്, 2 ഗിയർ ഉണ്ട്. 4x4 അറിയില്ല, 4x4 2 ഗിയർ ഉണ്ട്. 4x4 അല്ല, സാധാരണ പിന്നെ 1 ഗിയർ 1 ഗിയർ ഉള്ളു, 2 ഗിയർ ഉണ്ട്. 4x4ക്ക് 2 ഗിയർ വേണം. 2 ഗിയർ ഇല്ലാത്ത 4x4 4x4 അല്ല. എല്ലാരും എന്താ വാങ്ങ അവിടെ അതെ. ഉണ്ട്. നമ്മളെ വണ്ടി വേറെ അടുത്ത് അത് വേറെയും കൊണ്ട് നമ്മൾ നടന്നു പോകും.
നമ്മൾ നടന്നാന്ന് നമ്മള് ഇപ്പൊ എന്തായി പണിയായി ഫാമിലി നമുക്ക് നേരത്തെ പോകാന്ന് പറഞ്ഞപ്പോ നമ്മളെ വണ്ടി കൊടുക്കാണ്ട് പക്ഷെ നമുക്കൊന്ന് പറയാം വാടാ ഇത് താഴെ വന്നിട്ട് പോയി നമ്മളിപ്പം നടക്കാതെ 3-4 കൊടുക്കുക എല്ലാവരുമായിട്ട് കേട്ടുണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി തന്നെ അവന്മാരൊക്കെ ഉണ്ട് ബാക്കിയൊക്കെ നോക്കി പോയി ഇല്ലല്ലോ ഒന്നില്ല. വന്നില്ല നമ്മൾ വന്നിട്ടില്ല ഇവിടെ വരുന്ന പറയാം അപ്പൊ കാണിക്കാറായി കൂടെ അപ്പൊ നമ്മളെ കൂടെ പിരിയുവാണ്. അതായത് ട്രിപ്പ് അവസാനിച്ചു. വളരെ മികച്ചൊരു ട്രിപ്പായിരുന്നു. എടാ വാങ്ങിക്കണോ? വാങ്ങണ്ട വല്ലോ. അങ്ങനെ വാങ്ങുന്നോണ്ട് വെച്ച് ഞാനും ഒരാൾക്ക് പറ്റില്ല ബാക്കി ആളില്ല. ബാക്കിയുള്ളവർ ഞങ്ങൾ ഒഴിവാക്കി. അവർക്ക് ട്രിപ്പിനെ കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. ഇവിടെ നോക്കാറ് പക്ഷെ ഒരു രക്ഷയില്ല. വരാത്തവര് തീർച്ചയായും മിസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ മിസ് ചെയ്തോ, നിങ്ങളുടെ ഭാഗ്യക്കേട്, വേറൊന്നും പറയാനില്ല. ലൈഫിൽ ഒരു വണ്ടറാണ് നഷ്ടപ്പെടുത്തിയത്. പോയിന്റ് പറഞ്ഞ പോയിന്റ് നമ്മളങ്ങനെ തിരിച്ചു പോവാണ് അല്ലേ? ഒരു യാത്ര കഴിഞ്ഞ് 2 ദിവസമായി. അപ്പോൾ ഇന്ന് നമ്മൾ 1 മണിക്ക് വണ്ടി കയറി 9 മണിക്ക് വീട്ടിൽ എത്തിയിട്ട് പിന്നെ കിട്ടോ ചാർജ് അപ്പൊ പിന്നെ കിട്ടോ ഉണ്ട് നിങ്ങൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നമ്മളെ അവ താഴത്ത് അത് എങ്ങനെയും പോവാം. ഞാൻ പറഞ്ഞത് എങ്ങനെയും പോവാം. നമ്മളെ